ആന്റോ ആന്റണിയുടെ തറവാട്ടിൽ ആനകൾ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഇവിടെ കരിവീരന്മാരുണ്ട്. തൃശ്ശൂരിലെ പേരുകേട്ട തടി വ്യവസായികളാണ് ആന്റോയുടെ കുടുംബം. യന്ത്രങ്ങൾ പ്രചരിക്കുന്നതിന് മുമ്പ് ആനകൾ തന്നെയായിരുന്നു പണികളെല്ലാം ചെയ്തിരുന്നത്. ആനകൾ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നെന്ന് ചുരുക്കം. ലാഭനഷ്ടങ്ങൾ കുടുംബം കാര്യമാക്കിയിരുന്നില്ല ഒരു കാലത്തും. ആനകൾ ഇവിടെ അർത്ഥവും ഐശ്വര്യവും കൊണ്ടുവന്നിട്ടുണ്ട്. അനിഷ്ടങ്ങൾ ചെയ്തവയും പട്ടികയിലുണ്ട്. എല്ലാം സമചിത്തതയോടെ നേരിട്ടു എന്നതായിരുന്നു ഗുണം. അങ്ങനെയുള്ള ഒരു തറവാട്ടിലേക്കാണ് വിനയചന്ദ്രൻ 14-ാമത്തെ വയസ്സിൽ കടന്നു വരുന്നത്. ആന്റോ ആന്റണിക്ക് ഒരു കുഞ്ഞു പിറക്കുന്നത് ഇവൻ വന്നതിന് ശേഷം. വിനയചന്ദ്രനെ കണ്ടാണ് ആന്റോയുടെ മക്കൾ വളരുന്നത്. മുട്ടുകാലിൽ ഇഴയുന്ന കാലത്ത് തന്നെ അതിശയ കണ്ണുകളുമായി നോക്കി നിന്ന കുഞ്ഞുങ്ങളെ പഴയ വാത്സല്യത്തോടു കൂടി തന്നെയാണ് വിനയചന്ദ്രൻ ഇന്നും കാണുന്നത്, ഇപ്പോഴും സ്നേഹിക്കുന്നത്. ആന്റോയുടെ ബാംഗ്ലൂരിലുള്ള മകൻ വീട്ടിൽ വരുമ്പോൾ തന്നെ വിനയചന്ദ്രന് സന്തോഷമാണ്. തിരിച്ചും അങ്ങനെ തന്നെ. കളിക്കൂട്ടുകാരനോടുള്ള സ്നേഹമാണ് ഇയാൾക്ക് വിനയചന്ദ്രനോട്. ഈ സ്നേഹവും വാത്സല്യവും ഒരാളിൽ മാത്രം ഒതുങ്ങുന്നില്ല, വീട്ടിലെ മുഴുവൻ അംഗങ്ങളോടുമുണ്ട്. വീട്ടിനുള്ളിലേക്ക് തുമ്പി നീട്ടിയും ശബ്ദമുണ്ടാക്കിയും വിനയൻ തൻ്റെ വിശപ്പ് വീട്ടുകാരെ അറിയിക്കും. വിനയന് വേണ്ടതെല്ലാം വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്തിരിക്കും. അതവന് നന്നായി അറിയുകയും ചെയ്യാം. വിനയൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിക്കണാക്കളും 1.5 കൊല്ലം മുന്നേ മേടിക്കണതാണ് അപ്പൻ. ശരിക്കും പറഞ്ഞാൽ അപ്പനൊരു മൂത്ത മോനെ പോലെ തന്നെയാണ് വിനയൻ. കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ ശാന്ത സ്വഭാവമാണ്, ആരായാലും ഇടപഴകും, ആർക്കൊരു പ്രശ്നമില്ല. ആൾക്ക് എപ്പോഴും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഓ 10-30 വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. ചൂടും ചൂരും നിശ്വാസവും വരെ ഹൃദിസ്ഥമാക്കുവാൻ കഴിയുന്ന വലിയൊരു കാലാവധി കൂടിയാണത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആന്റോയെ കുളിര് കോരിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവം ഇങ്ങനെ: ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം, സമയം വൈകുന്നേരം. പള്ളിയിൽ 10,000 പങ്കെടുക്കുന്ന പ്രാർത്ഥന, സ്പെഷ്യൽ പ്രാർത്ഥനയും പരിപാടികളും ഉണ്ട്. തിരുരൂപത്തിന് മുന്നിൽ പരിഹാര പ്രദക്ഷിണം നടത്തി ആൾക്കാർ നിരത്തിലൂടെ നിറഞ്ഞൊഴുകുന്നു. വാഹന ഗതാഗതം വരെ നിലച്ചിട്ടുണ്ട്. തൃശ്ശൂരിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പൂരം കഴിഞ്ഞ് ആ സമയത്താണ് വിനയചന്ദ്രൻ അതുവഴി വരുന്നത്. ആന്റണി പ്രാർത്ഥനയിൽ മുഴുകി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തോളിലൊരു തണുത്ത സ്പർശം. ജനക്കൂട്ടമാകെ ഭയന്നു മാറി നിൽക്കുന്നുണ്ട്. വിനയചന്ദ്രൻ്റെ കണ്ണുകൾ തിളങ്ങുന്നു. ആ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുന്നത് ആന്റോയ്ക്ക് കാണാം. ആ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരാളും ആന്റോയായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ അരികിലൂടെ പ്രാർത്ഥിക്കുന്നവരെ ആരെയും ശല്യപ്പെടുത്താതെ ഇവനെ കൊണ്ടുപോകാനായിരുന്നു പാപ്പാന്മാർ ശ്രമിച്ചത്. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ ആന്റോയെ കണ്ടുപിടിച്ച വിനയൻ പിന്നെ മറ്റൊന്നും ഓർത്തില്ല. തിരിഞ്ഞൊരൊറ്റ നടത്തം. ആൾക്കൂട്ടം അവനു വേണ്ടി മാറിക്കൊടുത്തു. പോടാ മോനെ, പോ, നിനക്ക് തരാൻ ഇപ്പോഴൊന്നുമില്ലടാ, വീട്ടിൽ പൊക്കോ, ഞാനങ്ങ് വരാം, ആന്റോ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, എന്തെങ്കിലും തിന്നാൻ താ എന്ന് ചോദിച്ചും കൊണ്ടല്ല ഞാൻ വന്നതും. എൻ്റെ ആളിനെ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആന്റോയുടെ കണ്ണുകൾ നിറഞ്ഞു. തുമ്പിയിലും കൊമ്പിലുമെല്ലാം തലോടി വളരെ നിർബന്ധിച്ച് മടക്കി അയച്ചു. ഒരു ഗ്രാമം മുഴുവൻ പ്രാർത്ഥനാനിരതമായ മനസ്സോടെ നിന്ന് സാക്ഷ്യം വഹിച്ച കാഴ്ചയായിരുന്നു അത്. ആ വികാരപ്രകടനങ്ങൾ കണ്ടവരുടെ മനസ്സിൽ ആ സ്നേഹം ഇപ്പോഴും കണ്ണാടിക്കാഴ്ച പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അതിനേക്കാൾ ആഴത്തിലാണ് ഈ അപൂർവ സംഭവം ആന്റോയുടെ മനസ്സിൽ പതിഞ്ഞത്. തൃശ്ശൂർ റൂട്ടിൽ നിന്നും 10 കിലോമീറ്റർ മാറി തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിലാണ് പെരുമ്പളശ്ശേരി. പെരുമ്പള്ളിശ്ശേരി ക്ഷേത്രങ്ങളുടെയും മേളങ്ങളുടെയും നാടാണെന്ന കീർത്തിക്കൊപ്പം ദാരുശില്പങ്ങൾ ഏറെ മനോഹരമായി ചെയ്യുന്ന ആൾക്കാരുള്ള ദേശം കൂടിയാണ്. ആനകളുടെ വലിയ ഒരു നിര പാരമ്പര്യം തന്നെ അവകാശപ്പെടുവാൻ കഴിയുന്ന ഈ തറവാട്ടിനുള്ളിൽ വളരെ ഭംഗിയോടെ തീർത്തിട്ടുള്ള ഒരു സഹ്യപുത്രൻ്റെ ശില്പമുണ്ട്. കണ്ടാൽ കൗതുകവും ആകർഷണവുമെല്ലാം തോന്നുന്ന ഒരു ശില്പം. ആനകളോടുള്ള ഹൃദയബന്ധം
ഈ ശില്പത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. വീട്ടിന് പുറത്ത് ഒരാൾ ശാന്തഗംഭീര ഭാവത്തിൽ നിൽക്കുമ്പോൾ അകത്ത് മറ്റൊരാൾ പാരമ്പര്യത്തിൻ്റെ പ്രതീകമാകുന്നു. വിനയചന്ദ്രന് ഈ ഗ്രാമത്തിലെ മുഴുവൻ വഴികളും കൈവെള്ളയിൽ വരച്ചതുപോലെ ഹൃദിസ്ഥം. ആരെ കണ്ടാലും ഒന്ന് വിഷ് ചെയ്യാതെ പോകാനാകില്ല. അല്ലെങ്കിൽ അവർ പിണങ്ങുമെന്ന് ഇവനറിയാം. അവർ പറയും, ഇവൻ ഈയിടെയായി ചെറിയ ഒരു തലക്കനം, എന്തിനു വെറുതെ വല്ലതും അങ്ങനെയൊക്കെ പറയിക്കണം. മാത്രമല്ല അവരുടെയൊക്കെ കൈവശം എന്തെങ്കിലും കുറിക്കുവാനും ഉണ്ടാകും. ഒഴിവുവേളകളിൽ ഇങ്ങനെ ഈ നാട്ടിടവഴികളിലൂടെ നടക്കുന്നത് വിനയചന്ദ്രൻ്റെ ഒരു വീക്ക്നെസ്സാണ്. വിനയചന്ദ്രൻ നല്ല കുട്ടിയാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാ. ഞങ്ങൾ എന്നും ഇവനെ കാണുന്നതാ. ഞങ്ങൾക്ക് അയൽക്കാർക്ക് ഒരു ശല്യമില്ല വിനയചന്ദ്രനെ കൊണ്ട്.